ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന 3 കാര്യങ്ങൾ ശിവഭഗവാന് സമർപ്പിച്ചാൽ മിനിറ്റ് വെച്ച് ജീവിതം മാറുമെന്നുള്ളതാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ എന്ന് ഞാൻ പറയുന്നുണ്ട്. അതോടൊപ്പം 2 ശരനൂൽ രഹസ്യ വിദ്യകളും പറയുന്നുണ്ട്. ഇത് ലളിതമായി നമ്മൾ കുളിച്ചു കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ചെയ്യാവുന്ന രഹസ്യ 2 ഭദ്രകാളിയുടെ ശിവന്റെയും ശരനൂൽ വിദ്യകളിലൂടെ പറയുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ശിവഭഗവാന് നടയ്ക്ക് സമർപ്പിക്കണം. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ കുളിമുറിയിൽ നിന്ന് കുളി കഴിഞ്ഞ് ചെയ്യേണ്ട 2 ശരനൂൽ രഹസ്യ വിദ്യകൾ പറയുന്നുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട്. നല്ല ജീവിതം മാറ്റുന്ന, അടിമുടി മാറ്റുന്ന, അത്ഭുതകരമായി മിനിറ്റ് വെച്ച് ജീവിതം മാറ്റുന്ന അത്ഭുത കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാവും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആവുന്നതനുസരിച്ച് റിപ്ലൈ തരും. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ശിവഭഗവാന് സമർപ്പിക്കേണ്ട കാര്യം ആദ്യം പറയാം. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കുളിമുറിയിൽ നമുക്ക് ഏതൊരാൾക്കും ചെയ്യാവുന്ന 2 ശരനൂൽ രഹസ്യങ്ങൾ, ഒന്ന് ഭദ്രകാളിയുടെയും ഒന്ന് ശിവന്റെയും. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത ശരനൂൽ രഹസ്യമാണത്. അത് ശിവന് ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ശനിയാഴ്ച ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ 2 നന്നായിട്ട് പഴുത്ത കദളിപ്പഴം തലേദിവസമേ പച്ചമരുന്ന് കടയിൽ നിന്ന് വല്ലതും വാങ്ങി വെക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം. 2 പഴുത്ത കദളിപ്പഴം. പിന്നെ ഒരു നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്, അത് കത്തിച്ചു വെക്കണം. പിന്നെ ഒരു പിൻവിളക്കിന്റെ രസീത്, അത് രസീത് വെച്ചാൽ മതി. അത് ശ്രീകോവിലിനുള്ളിൽ ശിവലിംഗത്തിന്റെ പുറയിൽ തിരുമേനി പിൻവിളക്ക് തെളിയിച്ചോളും. ഈ 3 കാര്യം, 2 പഴുത്ത കദളിപ്പഴം, ഒരു നെയ്വിളക്ക്, ഒരു പിൻവിളക്കിന്റെ രസീത്, ഇത് 3 കൂടെ കൂട്ടിപ്പിടിച്ചു ഭഗവാനെ എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം, വേണ്ട എന്താണോ അത് പറഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ച് ശനിയാഴ്ച രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്ക് നടക്കി വെക്കുക. മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കണം. നടക്കി വെച്ചു കഴിഞ്ഞ് അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് നിങ്ങൾ ചെയ്തു. നിങ്ങളുടെ ഭഗവാൻ ഇത് സാധിക്കുന്ന പോലെ ശനിയാഴ്ചകൾ ആവർത്തിക്കണം. ചെയ്തവരുടെയൊക്കെ ജീവിതത്തിൽ ഭഗവാൻ മാറ്റം വരുത്തിയിട്ടുണ്ട്, ജീവിതം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ ചെയ്യേണ്ട 2 ശരനൂൽ രഹസ്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ പറയുന്ന അക്ഷരം പ്രതി കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കൈയും കാലും മുഖം ഒന്നുകൂടെ നനച്ചിട്ട് കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചിൽ തൊട്ട് ഭദ്രകാളിയമ്മേ അവിടുത്തെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്, വാഗൊണ്ട് പറയണം എന്ന് പറഞ്ഞിട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഇത് വാഗൊണ്ട് തന്നെ ഒരു തവണ ജപിച്ചിട്ട് അമ്മേ ഭദ്രകാളി അമ്മേ അവിടുത്തെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്, അമ്മേ ഈ അവിടുത്തെ ദാസിയായ അല്ലെ ദാസനായ എനിക്ക് സർവ്വതും മംഗളമാക്കി തരണേ അമ്മേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒന്നുകൂടെ കൈയും കാലും മുഖം നനച്ച് കുളിമുറിയിൽ നിന്ന് തന്നെ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാല് മാത്രം മുന്നോട്ട് വെക്കുക. ഇടത് കൈ ഇടനെഞ്ചി തൊടണ്ട, ശ്രദ്ധിച്ചു കേൾക്കണം. ഇടതുകാല് മാത്രം മുന്നോട്ട് വെച്ച് ഈ ഈശ്വര ഞാൻ പറയുന്ന വരി അതുപോലെ എഴുതിയെടുത്തോണം. ഈശ്വര പരമേശ്വര, എൻ്റെ ഈ ദിവസത്തിൽ അവിടുന്ന് കടന്നു വരാണ്. ഈ ദിവസത്തെ എൻ്റെ ഈ ദിവസത്തിൽ അവിടുന്ന് കടന്നു വരണേ. ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഇടപെടണേ പരമേശ്വര. ഈശ്വര പരമേശ്വര, അവിടുന്ന് ഈ ദിവസത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടണേ. അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈശ്വര പരമേശ്വര, എൻ്റെ ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഇടപെടണേ, അവിടുന്ന് കടന്നു വരണേ. എനിക്ക് സർവ്വകാര്യങ്ങളും മംഗളമാക്കി തരണേ.
നമ്മുടെ ആഗ്രഹം പറയുക, പറഞ്ഞിട്ട് ഈ കാര്യം എനിക്ക് സാധിച്ചു തരണേ, അതിന് ഭഗവാന് നന്ദി എന്ന് പറഞ്ഞിട്ട് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ ഭഗവാനെ, അതിനും ഭഗവാന് നന്ദി. വീണ്ടും ആഗ്രഹം ഒന്നുകൂടെ പറയുക, ആഗ്രഹം സാധിച്ചു തരുന്നതിന് ഭഗവാന് നന്ദി എന്ന് പറയുക. ഈശ്വര പരമേശ്വര എന്ന് തന്നെ പറയണം. എന്നിട്ട് വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. ഇത് നിത്യേന നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ നടത്തി തരും. ഒരു ദിവസം ഇത് ചെയ്തു, നിങ്ങളുടെ ഒരു കാര്യം നടന്ന് കെട്ടിക്കഴിയുമ്പോൾ പിറ്റേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ കാര്യം നടന്ന കാര്യം പറഞ്ഞിട്ട് അതിനോട് ഈശ്വര പരമേശ്വര നന്ദി എന്നും കൂടെ പറയണം. ഇത് ലോകത്തിന്റെ നാനാഭാഗത്തും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾക്കിന്ന് ഈ വിദ്യ പറഞ്ഞു തരാൻ കാര്യം, ഇന്ന് കാനഡയിൽ നിന്ന് ഒരാൾ മെസ്സേജ് ചെയ്തു. അവർ പറഞ്ഞു അവരുടെ മോന് ജോലി പ്രശ്നം ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പല വിധത്തിലുള്ള. അതെല്ലാം ഞാൻ ഈ പറഞ്ഞ 2 ശരനൂൽ വിദ്യകള് ഭദ്രകാളിയുടെയും ശിവന്റെയും ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. അതുകൊണ്ട് സാർ ഇന്ന് വീഡിയോയിൽ ഒന്നുകൂടി ഈ ഭദ്രകാളി ശരനൂൽ രഹസ്യവിദ്യയും ഭദ്രകാളി ശിവരഹസ്യവിദ്യയും പറഞ്ഞൊന്നുകൂടെ എല്ലാവർക്കും കൊടുക്കണം, അതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് അവർ എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങൾക്കെല്ലാം അവർക്ക് അനുഭവമായ ഒരു വിദ്യയാണ്. പിന്നെ ഈ കദളിപ്പഴത്തിന്റെയും നെയ്വിളക്കിന്റെയും വിദ്യ, അത് വേറൊരു വ്യക്തിക്ക് അവരുടെ മോൻ വിദേശത്ത് പോയെല്ലാം നല്ല രീതിയിൽ തടസ്സങ്ങളെല്ലാം മാറി രക്ഷപ്പെട്ട് അവർക്കുണ്ടായ ഒരു അനുഭവം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൂടി ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഓരോ ദിവസവും ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണേലും ഭദ്രകാളിയും പരമേശ്വരനും നടത്തിത്തരും. ആ പരമശിവന്റെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതിയെടുത്ത് വേണം ജപിക്കാൻ. ഈശ്വര പരമേശ്വര എന്ന് തന്നെ ജപിക്കണം കേട്ടോ. അങ്ങനെ ജപിക്കുമ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത്. ശിവഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കാത്ത കാര്യവും നടക്കും എന്നുള്ളതാണ്. ലക്ഷ്മിക്കും കുബേരനും സമ്പത്ത് നൽകിയതും ഭഗവാൻ ദേവാദിദേവൻ മഹാദേവനാണ്. അതുപോലെ തന്നെ മാർക്കണ്ഡേയന് മരണമില്ലാത്ത അവസ്ഥ നൽകി, ആയുസ് നൽകി മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചതും സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്. ലോകത്തിന് നാശമായ പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായ ആ വിഷത്തെ, കാളകൂട വിഷത്തെ പാനം ചെയ്ത് ലോകത്തെ രക്ഷിച്ചതും ദേവാദിദേവൻ മഹാദേവൻ തന്നെയാണ്. രാമന്റെ ഈശ്വരനും ഭഗവാൻ ശിവൻ തന്നെയാണ്. രാമന്റെ ഈശ്വരനും, അതായത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ രാമന്റെ ഈശ്വരനും രാമേശ്വരൻ, ആ രാമന്റെ ഈശ്വരനും സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്. പരശുരാമന്റെ ഈശ്വരനും, പരശുരാമന് എല്ലാ അനുഗ്രഹങ്ങളും വിദ്യകളും ആ പരമേശ്വരനിൽ നിന്നാണ് കിട്ടിയത്. അതും ഭഗവാൻ പരമേശ്വരൻ തന്നെയാണ്. പരശുരാമന്റെ ഈശ്വരനും മഹാദേവൻ തന്നെയാണ്. അപ്പം മഹാദേവനെ, ശിവനെ അറിയുമ്പോൾ, ശിവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നറിയുക. അതായത് ആറ് പടികളുണ്ട്. പടിയാറും കടന്ന് അവിടെ ചൊല്ലുമ്പോൾ ശിവനെ കാണാകുമെന്ന്. എന്താണ് 6 പടികൾ? 6 പടികൾ ഷഡ്വൈരികൾ എന്ന് പറയും. ഷഡ്വൈരികൾ എന്ന് പറഞ്ഞാൽ 6 വികാരങ്ങളാണ്. 6 വികാരങ്ങൾ എന്തൊക്കെയാണ്? കാമം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആഗ്രഹം. നമുക്ക് പലതിനോടും ആഗ്രഹം തോന്നും. ആ ആഗ്രഹം നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങൾക്കുപരി അത് കുറച്ചുകൂടി ഒരു 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 വല്ലാത്ത ഒരു നമ്മളെ പെടുത്തിപ്പോകുന്ന ചില ആഗ്രഹങ്ങളാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്നത്. ആവശ്യത്തിനുള്ള ആഗ്രഹം കൊണ്ട് ദോഷമൊന്നും ഉണ്ടാകത്തില്ല. കാമം, അതുപോലെ ക്രോധം, ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധി കടന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ വളരെ പ്രശ്നം ഉണ്ടാക്കും. ദേഷ്യം. പിന്നെ മതം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അഹങ്കാരമാണ്. അഹങ്കാരം കൊണ്ട് എപ്പോഴും നാശമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ മാത്സര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും അതിനേക്കാൾ ഉപരി ഒരു കാര്യത്തിന് വേണ്ടി, അതായത് ഒന്നിനും തൃപ്തിയില്ലാത്തൊരവസ്ഥ, ഒന്ന് കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരവസ്ഥ, എല്ലാത്തിനോടും എപ്പോഴും മാത്സര്യത്തോടു കൂടി, തൃപ്തിയില്ലാത്ത രീതിയിൽ എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ, എല്ലാത്തിനോടും മത്സര ബുദ്ധിയോടുകൂടി വീണ്ടും തൃപ്തിയില്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയാണ് മാത്സര്യ ബുദ്ധി ഉണ്ടാകുക. അത് മാത്സര്യ ബുദ്ധി നല്ല രീതിയിൽ ഉണ്ടാകുന്ന നല്ലതാണ്. ഇതൊരിക്കലും തൃപ്തി വരാത്ത ഒരു മാത്സര്യ ബുദ്ധി, എല്ലാത്തിനോടും ഒരു മത്സരിക്കുന്ന ഒരു ബുദ്ധി, തൃപ്തിയില്ലാത്ത, ഏതും പോസിറ്റീവായിട്ട് ഈ കാമമാണെങ്കിലും നല്ല രീതിയിലുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, അടിസ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള കാമം അല്ലെ ആഗ്രഹം നല്ലത് തന്നെയാണ്. ഇതെല്ലാം
ഒരു ഈ ഈ വികാരങ്ങളെല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇംബാലൻസ് ആകും എന്നുള്ളതാണ്. കാമമായിക്കോട്ടെ, ക്രോധമായിക്കോട്ടെ, അതൊരു പക്വമായിട്ട് നിൽക്കാൻ പാടാ ആ വികാരങ്ങൾക്ക്. അതുകൊണ്ടാണ് അതിനെ വികാരങ്ങൾ എന്ന് പറയുന്നത്. മതം, അഹങ്കാരം, അതുപോലെ മാത്സര്യം, അതായത് ഒന്നിനും തൃപ്തിയാകാത്ത എല്ലാത്തിനോടും മത്സരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ലോഭം എന്ന് വെച്ചാൽ അത്യാഗ്രഹം. അത്യാഗ്രഹം അത്യാഗ്രഹമാണ് ജീവിതം നശിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ മോഹം. മോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രമം എന്നതിനെ നമുക്ക് പറയാം. നമുക്കൊരു ഭ്രമമാണ് പലതിനോടും ഒരു ഭ്രമമായിട്ട് ആ മോഹം മാറുമ്പോഴാണ് അത് ജീവിതത്തിൽ ഒരു ആപത്താകുന്നത്. അപ്പം കാമം, ക്രോധം, മതം, മാത്സര്യം, മോഹം, ലോഭം, ഈ 6 വികാരങ്ങളെയാണ് ഷഡ്വൈരികൾ എന്ന് പറയുന്നത്. ഈ 6 വികാരങ്ങളെ അതിജീവിക്കുമ്പോഴാണ് ശിവനെ അറിയുന്നത്. പടിയാറും കടന്ന് അവിടെ ചൊല്ലുമ്പോൾ ശിവനെ കാണാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇതുപോലെയുള്ള ഒരു ഈ വിചാരങ്ങളുടെ ഒരു വളരെ ഒരു പോസിറ്റീവ് അല്ലാത്ത ആ ഒരു വൈബ്രേഷൻ, പോസിറ്റീവായിട്ടുള്ള ഏത് കാര്യങ്ങളും ഗുണമേ ചെയ്തിട്ടുണ്ട്. പക്ഷേ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അനിയന്ത്രിതമായിട്ട് വരും. അപ്പൊ അത് ഇംബാലൻസ് ആകുമ്പോൾ നമ്മുടെ ജീവിതം തകിടം മറിയും. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിക്കുമ്പോഴാണ്, നല്ല രീതിയിൽ ഇതിനെയൊക്കെ അതിജീവിക്കുമ്പോഴാണ് ശിവനെ കാണുന്നത്. പടിയാറും കടന്നു ചെല്ലുമ്പോഴാണ് ശിവനെ അറിയുന്നത്. ഇത് ഞാനിത് നിങ്ങൾക്ക് വീഡിയോ പറയാൻ കാര്യം ഇത് സത്യമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഈ വികാരങ്ങളെ അതിജീവിക്കുമ്പോൾ, അതിനെ പക്വതയോടെ നേരിടുമ്പോഴാണ് ആത്മീയ അനുഭവം ഉണ്ടാകുന്നത്. ആ പക്വതയാണ് ആത്മീയത. അത് സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ മുൻജന്മത്തിലെ പല കർമ്മവാസനകൾ കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പൊ ഈ ജന്മത്തില് ഈ വാസന എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമുക്ക് ആഗ്രഹം മനസ്സിൽ ഉദിക്കുന്നതിനെയാണ് വാസന എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം നേടാൻ വേണ്ടി ഒരു ആഗ്രഹം മനസ്സിൽ ഉദിക്കുന്നതിനെയാണ് വാസന എന്ന് പറയുന്നത്. ഈ വാസന കൊണ്ടാണ് നമ്മൾ ജന്മം ഉണ്ടാകുന്നത്. മുൻജന്മത്തിലെ വാസനകൾ കൊണ്ടാണ് ഈ ജന്മം നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ആ വസ്തു നമുക്ക് നേടി കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ ഒരു വസ്തു ആയിക്കോട്ടെ, ഒരു കാര്യമായിക്കോട്ടെ, നേടിക്കഴിയുമ്പോൾ അത് അനുഭവിക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. അതിനെ ഭോഗം എന്ന് പറയും. ഭോഗം. ഒരു വസ്തു ആയിക്കോട്ടെ, ഒരു കാര്യമായിക്കോട്ടെ, ഒരു കാറാണ് നമ്മളെ കിട്ടി. അപ്പൊ അത് നമുക്ക് ഭോഗിക്കുക, അത് അനുഭവിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഭോഗം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അപ്പം ഈ വാസനയും വാസന എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹം, ഏതിനോടും തോന്നുന്ന ആഗ്രഹം, അതാണ് കർമ്മം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കർമ്മം എന്തിന് കാരണമാകുന്നു? ഭോഗത്തിന് കാരണമാകുന്നു. നമ്മൾ അതിന്റെ ഒരു അനുഭവത്തിന് കാരണമാകുന്നു. ഈ കർമ്മവും ഭോഗവും എപ്പോഴും ഭോഗം വർദ്ധിക്കുന്നതനുസരിച്ച് കർമ്മവും കൂടിക്കൊണ്ടിരിക്കും. ഇത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്കൊരു ശരിയായ രീതിയിലുള്ള ഒരു ഈശ്വരബോധം ഉണ്ടാകണമെങ്കിൽ ശിവഭജനം വളരെ അനിവാര്യമാണ്. ശിവനെ വിളിക്കുന്നതോടെ ഇതിൽ നിന്നെല്ലാം നമുക്കൊരു ശരിയായ രീതിയിലുള്ള ദിശ കാട്ടിത്തരുവാനും ആത്മീയ ബോധം ഉണ്ടാകാനും നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും നമുക്ക് തെറ്റായ കാര്യങ്ങളിൽ പോകാതിരിക്കാനും ആ ശരിയായ ബോധം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം മാറുമെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകൾ ഫലം കിട്ടാത്തതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊരു വിത്ത് നട്ടെന്ന് വിചാരിച്ചു. ആ വിത്ത് എന്നും നമ്മൾ ആ വിത്ത് മണ്ണ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് വളരുമോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രാർത്ഥന ഈശ്വരനോട് പ്രാർത്ഥിച്ചു, പിന്നെ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഫലം കിട്ടുമോ? നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കണം, അപ്പോഴാണ് ഫലം കിട്ടുന്നത്. നിങ്ങളൊരു വിത്ത് നട്ടാൽ ഡെയിലി അത് എടുത്തു നോക്കത്തില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ചിന്തിക്കുമ്പോൾ അത് ഫലം കിട്ടത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു, അത് വിശ്വസിക്കുക, പിന്നെ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് എപ്പോഴും വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. ഈ കാര്യം തന്നെ മനസ്സിലാക്കി പ്രാർത്ഥന ചെയ്താൽ, അങ്ങനെ ആ ഒരു വിശ്വാസത്തിന്റെ ശക്തി മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അത് ആ വിത്ത്, പ്രാർത്ഥനയാകുന്ന വിത്ത് പ്രപഞ്ചത്തിൽ ചെന്ന് അത് നമുക്ക് റിസൾട്ടായിട്ട് വന്നോളൂ. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതാണ് വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടി ഒരു ചെറിയ പ്രാർത്ഥനയാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഗുണമുണ്ടാകട്ടെ. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.